ഇരുപതാം നൂറ്റാണ്ടു കണ്ട സമുദായ പരിഷ്കർത്താക്കളിൽ കേരളീയ നവോത്ഥാന നായകന്മാരിൽ ഭാരതകേസരി എന്നും സമുദായാചാര്യൻ എന്നും വിശേഷിപ്പിക്കാവുന്ന ഒരേയൊരു മഹത് വ്യക്തിത്വം മാത്രമാണുള്ളത്. അതാണ് ശ്രീ മന്നത്ത് പത്മനാഭൻ. ഉണ്ണീസുജപാതിയുടെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ മന്നത്ത് പത്മനാഭനെക്കുറിച്ചുള്ള ഒരു പ്രശ്നോത്തരിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം 1. മന്നത്ത് പത്മനാഭൻ രചിച്ച ആത്മകഥാ ഗ്രന്ഥത്തിൻ്റെ പേര് എന്താണ്? മന്നത്ത് പത്മനാഭൻ രചിച്ച ആത്മകഥാ ഗ്രന്ഥത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം: എൻ്റെ ജീവിത സ്മരണകൾ. എൻ്റെ ജീവിത സ്മരണകൾ ഈ കൃതി 1957 പ്രസിദ്ധപ്പെടുത്തുന്നത്. ശ്രീ മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥാ ഗ്രന്ഥമാണ് എൻ്റെ ജീവിത സ്മരണകൾ. ചോദ്യം 2. മന്നത്ത് പത്മനാഭൻ കർമ്മയോഗിയായ കുലപതി എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചതാര്? മന്നത്ത് പത്മനാഭൻ കർമ്മയോഗിയായ കുലപതി എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചതാര്? ഉത്തരം: പ്രൊഫസർ ഹരീന്ദ്രനാഥ കുറുപ്പ്. പ്രൊഫസർ ഹരീന്ദ്രനാഥ കുറുപ്പാണ് മന്നത്ത് പത്മനാഭൻ കർമ്മയോഗിയായ കുലപതി എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചത്. ചോദ്യം 3. മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംഘടന ഏത്? മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംഘടന ഏത്? ഉത്തരം: നായർ സർവീസ് സൊസൈറ്റി. NSS എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന നായർ സർവീസ് സൊസൈറ്റി ശ്രീ മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംഘടനയാണ്. ചോദ്യം 4. നായർ സർവീസ് സൊസൈറ്റിക്ക് മുന്നോടിയായി ചങ്ങനാശ്ശേരി താലൂക്ക് നായർ സമാജം രൂപീകൃതമായ വർഷം. നായർ സർവീസ് സൊസൈറ്റിക്ക് മുന്നോടിയായി ചങ്ങനാശ്ശേരി താലൂക്ക് നായർ സമാജം രൂപീകൃതമായ വർഷം. ഉത്തരം: 1913 ഒക്ടോബർ 9. 1913 ഒക്ടോബർ 9 നായർ സർവീസ് സൊസൈറ്റിക്ക് മുന്നോടിയായി ചങ്ങനാശ്ശേരി താലൂക്ക് നായർ സമാജം രൂപീകൃതമായത്. ചോദ്യം 5. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ രൂപമായ നായർ സമുദായ ഭൃത്യജന സംഘം രൂപീകരിക്കപ്പെട്ടതെന്ന്? നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ രൂപമായ നായർ സമുദായ ഭൃത്യജന സംഘം രൂപീകരിക്കപ്പെട്ടതെന്ന്? ഉത്തരം: 1914 ഒക്ടോബർ 31. 1914 ഒക്ടോബർ 31 നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ രൂപമായ നായർ സമുദായ ഭൃത്യജന സംഘം രൂപീകരിക്കപ്പെട്ടത്. ചോദ്യം 6. നായർ സർവീസ് സൊസൈറ്റി നിലവിൽ വന്നത് ഏത് വർഷമാണ്? നായർ സർവീസ് സൊസൈറ്റി നിലവിൽ വന്നത് ഏത് വർഷമാണ്? ഉത്തരം: 1915. നായർ സർവീസ് സൊസൈറ്റി നിലവിൽ വന്നത് 1915. ചോദ്യം 7. മന്നത്ത് പത്മനാഭൻ ജനിച്ചത് എന്നാണ്? മന്നത്ത് പത്മനാഭൻ ജനിച്ചത് എന്നാണ്? ഉത്തരം: 1878 ജനുവരി 2. 1878 ജനുവരി 2 മന്നത്ത് പത്മനാഭൻ ജനിച്ചത്. ചോദ്യം 8. അദ്ദേഹത്തിൻ്റെ ജന്മഗൃഹം എവിടെയാണ്? അദ്ദേഹത്തിൻ്റെ ജന്മഗൃഹം എവിടെയാണ്? ഉത്തരം: പെരുന്നയിലെ മന്നത്ത് വീട്. ചങ്ങനാശ്ശേരിയിൽ, കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിലാണ് പെരുന്നയിലുള്ള മന്നത്ത് വീട് ആണ് മന്നത്ത് പത്മനാഭൻ്റെ ജന്മഗൃഹം. ചോദ്യം 9. മന്നത്ത് പത്മനാഭൻ്റെ മാതാപിതാക്കൾ ആരെല്ലാം? മന്നത്ത് പത്മനാഭൻ്റെ മാതാപിതാക്കൾ ആരെല്ലാം? ഉത്തരം: നീലമന ഈശ്വരൻ നമ്പൂതിരി പിതാവ്, മന്നത്ത് പാർവതിയമ്മ മാതാവ്. മന്നത്ത് പത്മനാഭൻ്റെ മാതാപിതാക്കളാണ് പിതാവ് നീലമന ഈശ്വരൻ നമ്പൂതിരിയും മന്നത്ത് പാർവതിയമ്മ മാതാവും. ചോദ്യം 10. മന്നം ആദ്യമായി അധ്യാപക ജോലിയിൽ ഏർപ്പെട്ടത് എവിടെ? മന്നം ആദ്യമായി അധ്യാപക ജോലിയിൽ ഏർപ്പെട്ടത് എവിടെയാണ്? ഉത്തരം: ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരിയിലാണ് മന്നം ആദ്യമായി അധ്യാപക ജോലിയിൽ ഏർപ്പെട്ടത്. ചോദ്യം 11. ആദ്യകാലത്ത് 10 വർഷം അധ്യാപകനായി ജോലി നോക്കിയ ശേഷം മന്നം ഏത് ജോലിയിലാണ് ഏർപ്പെട്ടത്? ആദ്യകാലത്ത് 10 വർഷം അധ്യാപകനായി ജോലി നോക്കിയ ശേഷം മന്നം പിന്നീട് ഏത് ജോലിയിലാണ് ഏർപ്പെട്ടത്? ഉത്തരം: വക്കീൽ. ആദ്യം അധ്യാപകനായി 10 വർഷത്തോളം ജോലി നോക്കിയതിന് ശേഷം ആ മേഖല വിട്ട മന്നം പിന്നീട് വക്കീലായാണ് ജോലി ചെയ്തത്. ചോദ്യം 12. പൊതുജന സേവന തൽപരതയും സമുദായ പരിഷ്കരണത്തിനുള്ള മനോഭാവവും മന്നത്ത് പത്മനാഭനിൽ വളർന്നു വന്നത് ആരുമായുള്ള സുഹൃത്ത് ബന്ധത്തിൽ നിന്നാണ്? പൊതുജന സേവന തത്പരതയും സമുദായ പരിഷ്കരണത്തിനുള്ള മനോഭാവവും
മന്നത്ത് പത്മനാഭനിൽ വളർന്നു വന്നത് ആരുമായുള്ള സുഹൃത്ത് ബന്ധത്തിൽ നിന്നാണ്? ഉത്തരം ചങ്ങനാശ്ശേരി ഹൈസ്കൂളിലെ അധ്യാപകനായ കപ്പന കണ്ണൻ മേനോൻ. ചങ്ങനാശ്ശേരി ഹൈസ്കൂളിലെ അധ്യാപകനായ കപ്പന കണ്ണൻ മേനോനുമായുള്ള സുഹൃത്ത് ബന്ധത്തിൽ നിന്നാണ് പൊതുജന സേവന തൽപരതയും സമുദായ പരിഷ്കരണത്തിനുള്ള മനോഭാവവും മന്നത്ത് പത്മനാഭനിൽ വളർന്നു വന്നത്. ചോദ്യം 13. 1912 ടൈഫോയിഡ് ബാധിച്ച് ഭാര്യ കല്യാണിയമ്മ മരിച്ച ശേഷം മന്നം കീരിക്കാട്ട് കടക്കത്തറ കുട്ടിയമ്മയെ വിവാഹം ചെയ്ത വർഷം. 1912 ടൈഫോയിഡ് ബാധിച്ച് മന്നത്തിൻ്റെ ഭാര്യ കല്യാണിയമ്മ മരിച്ചുപോയി. അതിനുശേഷം മന്നം കീരിക്കാട്ട് കടക്കത്തറ കുട്ടിയമ്മയെ വിവാഹം ചെയ്ത വർഷം. ഉത്തരം 1914. ചോദ്യം 14. മന്നത്ത് പത്മനാഭൻ രംഗത്ത് വരുന്നതിന് മുമ്പ് മലയാളി സഭ എന്ന പേരിലും പിന്നീട് കേരളീയ നായർ സംഘടന എന്ന പേരിലും അറിയപ്പെട്ട സംഘടനയ്ക്ക് നേതൃത്വം നൽകിയിരുന്ന പ്രമുഖർ ആരൊക്കെ? മന്നത്ത് പത്മനാഭൻ രംഗത്ത് വരുന്നതിന് മുമ്പ് മലയാളി സഭ എന്ന പേരിലും പിന്നീട് കേരളീയ നായർ സംഘടന എന്ന പേരിലും അറിയപ്പെട്ട ആ സംഘടനയ്ക്ക് നേതൃത്വം നൽകിയിരുന്ന പ്രമുഖർ ആരൊക്കെ? ഉത്തരം CV രാമൻപിള്ള, C കൃഷ്ണപിള്ള. പ്രശസ്ത ചരിത്രാഖ്യായികകാരനായ CV രാമൻപിള്ളയും അതുപോലെ തന്നെ C കൃഷ്ണപിള്ളയുമാണ് ഈ സംഘടനകൾക്ക് നേതൃത്വം നൽകിയിരുന്നത്. ചോദ്യം 15. NSSൻ്റെ ആഭിമുഖ്യത്തിൽ ആദ്യത്തെ സമസ്ത കേരള നായർ മഹാസമ്മേളനം ചങ്ങനാശ്ശേരിയിൽ വെച്ച് നടന്ന വർഷം ഏത്? NSSൻ്റെ ആഭിമുഖ്യത്തിൽ ആദ്യത്തെ സമസ്ത കേരള നായർ മഹാസമ്മേളനം ചങ്ങനാശ്ശേരിയിൽ വെച്ച് നടന്ന വർഷം ഏത്? ഉത്തരം 1915. 1915 NSSൻ്റെ ആഭിമുഖ്യത്തിൽ ആദ്യത്തെ സമസ്ത കേരള നായർ മഹാസമ്മേളനം ചങ്ങനാശ്ശേരിയിൽ വെച്ച് നടന്നത്. ചോദ്യം 16. NSSൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ആദ്യത്തെ സ്കൂൾ എവിടെയായിരുന്നു? NSSൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ആദ്യത്തെ സ്കൂൾ എവിടെയായിരുന്നു? ഉത്തരം കറുകച്ചാൽ. കോട്ടയം ജില്ലയിലെ കറുകച്ചാലിലാണ് NSSൻ്റെ ആഭിമുഖ്യത്തിൽ ആദ്യത്തെ സ്കൂൾ ആരംഭിച്ചത്. ചോദ്യം 17. എൻ്റെ ബാക്കി ജീവിതകാലം സമുദായ പ്രവർത്തനത്തിനായി സമർപ്പിക്കുന്നതിന് നിശ്ചയിച്ചിരിക്കുന്നതിനാൽ എൻ്റെ വക്കീൽ പണി ഈ ബഹുജന സമക്ഷം ഞാൻ രാജിവെച്ചിരിക്കുന്നു. നാളെ മുതൽ ഞാൻ സർവീസ് സൊസൈറ്റി പ്രവർത്തകൻ മാത്രമായിരിക്കുന്നതാണ്. മന്നം ഇങ്ങനെ പ്രഖ്യാപിച്ചത് എപ്പോൾ? എൻ്റെ ബാക്കി ജീവിതകാലം സമുദായ പ്രവർത്തനത്തിനായി സമർപ്പിക്കുന്നതിന് നിശ്ചയിച്ചിരിക്കുന്നതിനാൽ എൻ്റെ വക്കീൽ പണി ഈ ബഹുജന സമക്ഷം ഞാൻ രാജിവെച്ചിരിക്കുന്നു. നാളെ മുതൽ ഞാൻ സർവീസ് സൊസൈറ്റി പ്രവർത്തകൻ മാത്രമായിരിക്കുന്നതാണ്. മന്നം ഇങ്ങനെ പ്രഖ്യാപിച്ചത് എപ്പോൾ? ഉത്തരം 1915 ആഗസ്റ്റ് 25 പെരുന്ന കരയോഗ മന്ദിരത്തിലെ യോഗത്തിൽ. 1915 ആഗസ്റ്റ് 25 പെരുന്ന കരയോഗ മന്ദിരത്തിൽ ചേർന്ന യോഗത്തിൽ വെച്ചാണ് മന്നം താൻ ഇനി മുതൽ സർവീസ് സൊസൈറ്റി പ്രവർത്തകൻ മാത്രമായിരിക്കുന്നതാണ്, വക്കീൽ പണിയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത അറിയിച്ചത്. ചോദ്യം 18. മന്നത്തിൻ്റെ നേതൃത്വത്തിൽ സമുദായത്തിൽ ആദ്യമായി നിർത്തലാക്കിയ അനാചാരങ്ങൾ എന്തെല്ലാം? മന്നത്തിൻ്റെ നേതൃത്വത്തിൽ സമുദായത്തിൽ ആദ്യമായി നിർത്തലാക്കിയ അനാചാരങ്ങൾ എന്തെല്ലാം? ഉത്തരം താലികെട്ടു കല്യാണം, തിരണ്ടുകുളി. താലികെട്ടു കല്യാണം, തിരണ്ടുകുളി എന്നീ 2 അനാചാരങ്ങളാണ് മന്നത്തിൻ്റെ നേതൃത്വത്തിൽ സമുദായത്തിൽ ആദ്യമായി നിർത്തലാക്കിയ അനാചാരങ്ങൾ. ചോദ്യം 19. 1925 പരിഷ്കരിച്ച നായർ റെഗുലേഷനിലൂടെ ഇല്ലാതായ സമ്പ്രദായം ഏത്? 1925 പരിഷ്കരിച്ച നായർ റെഗുലേഷനിലൂടെ ഇല്ലാതായ സമ്പ്രദായം ഏത്? ഉത്തരം മരുമക്കത്തായ സമ്പ്രദായം. മരുമക്കത്തായ സമ്പ്രദായമാണ് 1925 പരിഷ്കരിച്ച നായർ റെഗുലേഷനിലൂടെ ഇല്ലാതായത്. ചോദ്യം 20. വൈക്കം സത്യാഗ്രഹത്തോട് സവർണർക്കുള്ള സഹഭാവം സർക്കാരിനെ ബോധ്യപ്പെടുത്താനായി വൈക്കത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മന്നത്ത് പത്മനാഭൻ നയിച്ച ജാഥ ഏത് പേരിലാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്? വൈക്കം സത്യാഗ്രഹത്തോട് സവർണർക്കുള്ള സഹഭാവം സർക്കാരിനെ ബോധ്യപ്പെടുത്താനായി വൈക്കത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മന്നത്ത് പത്മനാഭൻ നയിച്ച ജാഥ ഏത് പേരിലാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്? ഉത്തരം സവർണജാഥ. സവർണജാഥ എന്ന പേരിലാണ് സവർണർക്ക് അവർണരോടുള്ള സഹഭാവം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ ബോധ്യപ്പെടുത്താനായി
വൈക്കത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മന്നത്ത് പത്മനാഭൻ നയിച്ച ജാഥ അറിയപ്പെടുന്നത്? ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം 21. മന്നം പങ്കെടുത്ത മറ്റൊരു പ്രധാന ക്ഷേത്രപ്രവേശന പ്രക്ഷോഭം ഏത്? മന്നം പങ്കെടുത്ത മറ്റൊരു പ്രധാന ക്ഷേത്രപ്രവേശന പ്രക്ഷോഭം ഏത്? ഉത്തരം ഗുരുവായൂർ ക്ഷേത്രപ്രവേശന പ്രക്ഷോഭം. വൈക്കം സത്യാഗ്രഹം കൂടാതെ മന്നം പങ്കെടുത്ത മറ്റൊരു പ്രധാന ക്ഷേത്രപ്രവേശന പ്രക്ഷോഭമാണ് ഗുരുവായൂർ ക്ഷേത്രപ്രവേശന പ്രക്ഷോഭം. ചോദ്യം 22. മന്നം തോട്ടേക്കാട്ട് മാധവി അമ്മയെ വിവാഹം ചെയ്ത വർഷം? മന്നം തോട്ടേക്കാട്ട് മാധവി അമ്മയെ വിവാഹം ചെയ്ത വർഷം? ഉത്തരം 1932. 1932 തോട്ടേക്കാട്ട് മാധവി അമ്മയെ വിവാഹം ചെയ്തത്. ചോദ്യം 23. NSSൻ്റെ ആരംഭകാലം മുതൽ സെക്രട്ടറിയായിരുന്ന മന്നം ആ സ്ഥാനം രാജിവെച്ച് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തത് എന്നാണ്? NSSൻ്റെ ആരംഭകാലം മുതൽ സെക്രട്ടറിയായിരുന്ന മന്നം ആ സ്ഥാനം രാജിവെച്ച് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തത് എന്നാണ്? ഉത്തരം 1945 ആഗസ്റ്റ് 17. 1945 ആഗസ്റ്റ് 17 മന്നം ദീർഘകാലമായി NSSൻ്റെ ആരംഭകാലം മുതൽ തുടർന്നു വന്നിരുന്ന സെക്രട്ടറി പദവി രാജിവെച്ച് പ്രസിഡന്റ് പദവി ഏറ്റെടുത്തത്. ചോദ്യം 24. NSS പ്രസിഡന്റ് പദവിയിൽ നിന്നും രാജിവെച്ച മന്നം ഏതു കർമ്മരംഗത്തേക്കാണ് സജീവമായി ഇറങ്ങിയത്? NSS പ്രസിഡന്റ് പദവിയിൽ നിന്നും രാജിവെച്ച മന്നം ഏതു കർമ്മരംഗത്തേക്കാണ് സജീവമായി ഇറങ്ങിയത്? ഉത്തരം രാഷ്ട്രീയ പ്രക്ഷോഭണം. NSS പ്രസിഡന്റ് പദവിയിൽ നിന്ന് രാജിവെച്ച മന്നം രാഷ്ട്രീയ പ്രക്ഷോഭണ രംഗത്തേക്കാണ് സജീവമായി ഇറങ്ങിയത്. ചോദ്യം 25. 1947 മെയ് 25 ഉത്തരവാദ പ്രക്ഷോഭണത്തിൻ്റെ ഭാഗമായി മന്നം തൻ്റെ വിഖ്യാതമായ ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. ഇത് കേരള ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? 1947 മെയ് 25 ഉത്തരവാദ പ്രക്ഷോഭണത്തിൻ്റെ ഭാഗമായി മന്നം തൻ്റെ വിഖ്യാതമായ ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. ഇത് കേരള ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം മുതുകുളം പ്രസംഗം. മുതുകുളം പ്രസംഗം എന്ന പേരിൽ വിഖ്യാതമായ പ്രസംഗം നടത്തിയത് മന്നത്ത് പത്മനാഭനാണ്. 1947 മെയ് 25 ഉത്തരവാദ പ്രക്ഷോഭണത്തിൻ്റെ ഭാഗമായാണ് മന്നം ഈ പ്രസംഗം നടത്തിയത്. ചോദ്യം 26. 1947 ജൂൺ 14 അറസ്റ്റ് ചെയ്യപ്പെട്ട് 2 വർഷത്തെ കഠിന തടവിന് വിധിക്കപ്പെട്ട മന്നം സെപ്റ്റംബർ 1 ജയിൽ മോചിതനാവാൻ കാരണം? 1947 ജൂൺ 14 അറസ്റ്റ് ചെയ്യപ്പെട്ട് 2 വർഷത്തെ കഠിന തടവിന് വിധിക്കപ്പെട്ട മന്നം സെപ്റ്റംബർ 1 ജയിൽ മോചിതനാവാൻ കാരണമെന്താണ്? ഉത്തരം സർ CP രാമസ്വാമി അയ്യർ ഭരണം വിട്ടൊഴിഞ്ഞു. സർ CP രാമസ്വാമി അയ്യർ ഭരണം വിട്ടൊഴിഞ്ഞതോടെയാണ് സെപ്റ്റംബർ 1 തന്നെ ജയിൽ മോചിതനായത്. ചോദ്യം 27. 1948 തിരുവിതാംകൂറിൽ പ്രായപൂർത്തി വോട്ടവകാശം നടപ്പിലായ ആദ്യ സമ്മേളനത്തിൽ മന്നം ഏത് നിയോജക മണ്ഡലത്തിൽ നിന്നും വിജയിച്ചാണ് നിയമസഭാംഗമായത്? 1948 തിരുവിതാംകൂറിൽ പ്രായപൂർത്തി വോട്ടവകാശം നടപ്പിലായ ആദ്യ സമ്മേളനത്തിൽ മന്നം ഏത് നിയോജക മണ്ഡലത്തിൽ നിന്നും വിജയിച്ചാണ് നിയമസഭാംഗമായത്? ഉത്തരം പത്തനംതിട്ട. പത്തനംതിട്ട മണ്ഡലത്തിൽ നിന്നും വിജയിച്ചാണ് പ്രായപൂർത്തി വോട്ടവകാശം നടപ്പിലായ ആദ്യ സമ്മേളനത്തിൽ തന്നെ മന്നം നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് അംഗമായത്. ചോദ്യം 28. ദേവസ്വം ബോർഡിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റായി മന്നം ചുമതലയേറ്റെടുത്ത വർഷം ഏത്? ദേവസ്വം ബോർഡിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റായി മന്നം ചുമതലയേറ്റെടുത്ത വർഷം ഏത്? ഉത്തരം 1948. 1948 മന്നം ദേവസ്വം ബോർഡിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റായി ചുമതലയേറ്റെടുത്തത്. ചോദ്യം 29. 1956 കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ട ശേഷം നടന്ന ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അധികാരത്തിലെത്തി. ഈ സർക്കാരിനെതിരെ മന്നത്തിൻ്റെ നേതൃത്വത്തിൽ 1959 നടന്ന സമരം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? 1956 കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ട ശേഷം നടന്ന ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അധികാരത്തിലെത്തി. ഈ സർക്കാരിനെതിരെ മന്നത്തിൻ്റെ നേതൃത്വത്തിൽ 1959 നടന്ന സമരം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം വിമോചന സമരം. വിമോചന സമരം എന്ന പേരിലാണ് 1959 തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ കേരള മന്ത്രിസഭയ്ക്ക് EMS
നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്കെതിരായുള്ള സമരം അറിയപ്പെടുന്നത്. ചോദ്യം 30. EMS സർക്കാരിൻ്റെ ഏതെല്ലാം രംഗത്തെ പരിഷ്കാരങ്ങളാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികളുടെയും ജാതി മത ശക്തികളുടെയും എതിർപ്പ് ക്ഷണിച്ചു വരുത്തിയത്? EMS സർക്കാരിൻ്റെ ഏതെല്ലാം രംഗത്തെ പരിഷ്കാരങ്ങളാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികളുടെയും ജാതി മത ശക്തികളുടെയും എതിർപ്പ് ക്ഷണിച്ചു വരുത്തിയത്? ഉത്തരം: കാർഷിക പരിഷ്കാരങ്ങൾ, വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ. EMS സർക്കാരിൻ്റെ കാർഷിക രംഗത്തെ പരിഷ്കാരങ്ങളും വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളുമാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികളുടെയും ജാതി മത ശക്തികളുടെയും എതിർപ്പ് ക്ഷണിച്ചു വരുത്തിയത്. ചോദ്യം 31. 1959 ഏപ്രിൽ 16 ചേർത്തലയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ കോൺഗ്രസ് നേതാവ് പനമ്പിള്ളി ഗോവിന്ദമേനോൻ ഈ സർക്കാരിൽ നിന്നുള്ള വിമോചനമാണ് ജനങ്ങൾക്കാവശ്യം എന്ന് പ്രഖ്യാപിച്ചു. ഈ പ്രഖ്യാപനം EMS സർക്കാരിനെതിരായ സമരത്തിന് നൽകിയ പേരെന്ത്? 1959 ഏപ്രിൽ 16 ചേർത്തലയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ കോൺഗ്രസ് നേതാവ് പനമ്പിള്ളി ഗോവിന്ദമേനോൻ ഈ സർക്കാരിൽ നിന്നുള്ള വിമോചനമാണ് ജനങ്ങൾക്കാവശ്യം എന്ന് പ്രഖ്യാപിച്ചു. ഈ പ്രഖ്യാപനം EMS സർക്കാരിനെതിരായ സമരത്തിന് നൽകിയ പേരെന്ത്? ഉത്തരം: വിമോചന സമരം. വിമോചന സമരം എന്നുള്ള പേര് 1959 EMS സർക്കാരിനെതിരെയുള്ള സമരത്തിന് പേര് ലഭിക്കാൻ കാരണം ചേർത്തലയിൽ വെച്ച് 1959 ഏപ്രിൽ 16 കോൺഗ്രസ് നേതാവായ പനമ്പിള്ളി ഗോവിന്ദമേനോൻ ഈ സർക്കാരിൽ നിന്നുള്ള വിമോചനമാണ് ജനങ്ങൾക്ക് ആവശ്യമെന്ന് പ്രഖ്യാപിച്ചതാണ്. ചോദ്യം 32. 1959 ജൂലൈ 9 അങ്കമാലിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ജീവശിഖ യാത്ര നയിച്ചുകൊണ്ട് ജൂലൈ 15 തിരുവനന്തപുരത്ത് എത്തിയ മന്നം ഗവർണർക്ക് സമർപ്പിച്ച നിവേദനത്തിലെ മുഖ്യ ആവശ്യം എന്തായിരുന്നു? 1959 ജൂലൈ 9 അങ്കമാലിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ജീവശിഖ യാത്ര എന്ന പേരിലുള്ള യാത്ര നയിച്ചുകൊണ്ട് ജൂലൈ 15 തിരുവനന്തപുരത്ത് എത്തിയ മന്നം ഗവർണർക്ക് സമർപ്പിച്ച നിവേദനത്തിലെ മുഖ്യ ആവശ്യം എന്തായിരുന്നു? ഉത്തരം: EMS സർക്കാരിനെ പിരിച്ചുവിടുക. EMS സർക്കാരിനെ പിരിച്ചുവിടുക എന്ന ഒരൊറ്റ ആവശ്യം മുൻനിർത്തിയാണ് 1959 ജൂലൈ 9 അങ്കമാലിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് മന്നത്തിൻ്റെ നേതൃത്വത്തിൽ ജീവശിഖ യാത്ര എന്നൊരു യാത്ര നടത്തിയത്. അതിനുശേഷം ഗവർണർക്ക് സമർപ്പിച്ച നിവേദനത്തിലാണ് ഈ ഒരു ആവശ്യം ഗവർണർക്ക് മുമ്പാകെ മന്നം വെച്ചത്. ചോദ്യം 33. 1959 ജൂലൈ 31 രാഷ്ട്രപതി EMS സർക്കാരിനെ പിരിച്ചുവിട്ടതോടെ വിമോചന സമരം വിജയിച്ചു. ഉടൻ മന്നം എടുത്ത തീരുമാനം എന്താണ്? 1959 ജൂലൈ 31 രാഷ്ട്രപതി EMS സർക്കാരിനെ പിരിച്ചുവിട്ടതോടെ വിമോചന സമരം വിജയിച്ചു. ഉടൻ മന്നം എടുത്ത തീരുമാനം എന്താണ്? ഉത്തരം: സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ചു. വിമോചന സമരത്തിൻ്റെ വിജയത്തോടെ മന്നം എടുത്ത തീരുമാനം ഇനി മുതൽ സജീവ രാഷ്ട്രീയത്തിലേക്കില്ല എന്നായിരുന്നു. അതായത് അദ്ദേഹം സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ചു. ചോദ്യം 34. NSSൻ്റെ ആദ്യത്തെ കോളേജ് എവിടെയാണ് സ്ഥാപിച്ചത്? NSSൻ്റെ ആദ്യത്തെ കോളേജ് എവിടെയാണ് സ്ഥാപിച്ചത്? ഉത്തരം: ചങ്ങനാശ്ശേരി. 1948 NSSൻ്റെ ആഭിമുഖ്യത്തിൽ ആദ്യത്തെ കോളേജ് സ്ഥാപിക്കപ്പെടുന്നത്. ചോദ്യം 35. മന്നത്ത് പത്മനാഭൻ രചിച്ച യാത്രാവിവരണ ഗ്രന്ഥത്തിൻ്റെ പേരെന്ത്? മന്നത്ത് പത്മനാഭൻ രചിച്ച യാത്രാവിവരണ ഗ്രന്ഥത്തിൻ്റെ പേരെന്ത്? ഉത്തരം: ഞങ്ങളുടെ FMS യാത്ര. ഞങ്ങളുടെ FMS യാത്ര എന്നത് മന്നത്ത് പത്മനാഭൻ രചിച്ച യാത്രാവിവരണ ഗ്രന്ഥത്തിൻ്റെ പേരാണ്. ചോദ്യം 36. ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് സർവകലാശാല സന്ദർശന വേളയിൽ മന്നം ഏത് ഭാഷയിലാണ് പ്രസംഗിച്ചത്? ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് സർവകലാശാല സന്ദർശന വേളയിൽ മന്നം ഏത് ഭാഷയിലാണ് പ്രസംഗിച്ചത്? ഉത്തരം: മലയാളം. മലയാള ഭാഷയിലാണ് ഇംഗ്ലണ്ടിൽ ഓക്സ്ഫോർഡ് സർവകലാശാല സന്ദർശിച്ച അവസരത്തിൽ മന്നം പ്രസംഗിച്ചത്. ചോദ്യം 37. മന്നത്തിന് രാജ്യം പത്മഭൂഷൺ ബഹുമതി നൽകി ആദരിച്ച വർഷം? മന്നത്തിന് രാജ്യം പത്മഭൂഷൺ ബഹുമതി നൽകി ആദരിച്ച വർഷം ഏതാണ്? ഉത്തരം: 1966. 1966 മന്നത്തിന് പത്മഭൂഷൺ ബഹുമതി സമ്മാനിക്കപ്പെട്ടത്. ചോദ്യം 38. മന്നത്ത് പത്മനാഭൻ നിര്യാതനായത് എന്നാണ്? മന്നത്ത് പത്മനാഭൻ നിര്യാതനായത് എന്നാണ്? ഉത്തരം: 1970 ഫെബ്രുവരി 25. 1970 ഫെബ്രുവരി 25 മന്നത്ത് പത്മനാഭൻ നിര്യാതനായത്. ചോദ്യം 39.
നായർ ഭൃത്യജന സംഘം എന്ന പേര് നായർ സർവീസ് സൊസൈറ്റി എന്ന് പരിഷ്കരിക്കുന്നതിന് നിർദ്ദേശിച്ചത് ആരാണ്? നായർ ഭൃത്യജന സംഘം എന്ന പേര് നായർ സർവീസ് സൊസൈറ്റി എന്ന് പരിഷ്കരിക്കുന്നതിന് നിർദ്ദേശിച്ചത് ആരാണ്? ഉത്തരം മുൻഷി പരമപിള്ള. മുൻഷി പരമപിള്ളയാണ് നായർ ഭൃത്യജന സംഘം എന്ന പേരിന് പകരമായി നായർ സർവീസ് സൊസൈറ്റി എന്ന് പേര് പരിഷ്കരിക്കുന്നതിന് നിർദ്ദേശിച്ചത്. ചോദ്യം 40. 1959 രാഷ്ട്രപതിയിൽ നിന്നും മന്നം സ്വീകരിച്ച ബഹുമതി ഏതാണ്? 1959 രാഷ്ട്രപതിയിൽ നിന്നും മന്നം സ്വീകരിച്ച ബഹുമതി ഏതാണ്? ഉത്തരം ഭാരതകേസരി. ഭാരതകേസരി എന്ന ബഹുമതി 1959 രാഷ്ട്രപതിയാണ് അദ്ദേഹത്തിന് സമ്മാനിച്ചത്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് രേഖപ്പെടുത്തുക. ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി ചാനൽ സംബന്ധിച്ച കാര്യങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തുടർന്നും ഈ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം താഴെ കമൻറ്റ് ബോക്സിൽ ദയവായി രേഖപ്പെടുത്തുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം 41. കൊച്ചി രാജ്യപ്രജാ മണ്ഡലത്തിലെ ആദ്യത്തെ വനിതാ നിയമസഭാംഗമായ മന്നത്തിൻ്റെ പത്നിയുടെ പേര്? കൊച്ചി രാജ്യപ്രജാ മണ്ഡലത്തിലെ ആദ്യത്തെ വനിതാ നിയമസഭാംഗം മന്നത്തിൻ്റെ പത്നിയാണ്. ആദ്യത്തെ വനിതാ നിയമസഭാംഗമായി സ്ഥാനം പിടിച്ച, ചരിത്രത്തിൽ ഇടം പിടിച്ച മന്നത്തിൻ്റെ പത്നിയുടെ പേര്? ഉത്തരം തോട്ടേക്കാട്ട് മാധവിയമ്മ. തോട്ടേക്കാട്ട് മാധവിയമ്മ എന്ന മന്നത്തിൻ്റെ പത്നി കൊച്ചി രാജ്യപ്രജാ മണ്ഡലത്തിലെ ആദ്യത്തെ വനിതാ നിയമസഭാംഗമാണ്. ചോദ്യം 42. 1924 വൈക്കത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് വൈക്കം സത്യാഗ്രഹത്തിൽ അവർണർക്ക് പിന്തുണയേകി സവർണജാഥ മന്നം നയിച്ചത് ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു? 1924 വൈക്കത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് വൈക്കം സത്യാഗ്രഹത്തിൽ അവർണർക്ക് പിന്തുണയേകി സവർണജാഥ മന്നം നയിച്ചത് ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു? ഉത്തരം ഗാന്ധിജി. ഗാന്ധിജിയാണ് മന്നത്തോട് 1924 വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സവർണജാഥ നയിക്കുന്നതിനുള്ള നിർദ്ദേശം വെച്ചത്. ഈ നിർദ്ദേശം മന്നം സ്വീകരിക്കുകയും ആ ജാഥ വിജയകരമായി സംഘടിപ്പിക്കുകയും ചെയ്തു. ചോദ്യം 43. വിമോചന സമരകാലത്ത് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ ജീവശിഖ യാത്ര ആരംഭിച്ചത് എവിടെ നിന്നായിരുന്നു? വിമോചന സമരകാലത്ത് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ ജീവശിഖ യാത്ര ആരംഭിച്ചത് എവിടെ നിന്നായിരുന്നു? ഉത്തരം അങ്കമാലി. അങ്കമാലിയിൽ നിന്നാണ് ജീവശിഖ യാത്ര തിരുവനന്തപുരത്തേക്ക് ആരംഭിച്ചത്. ചോദ്യം 44. NSSൻ്റെ ഏറ്റവും താഴെക്കിടയിലെ ഘടകം ഏതാണ്? NSSൻ്റെ, അതായത് നായർ സർവീസ് സൊസൈറ്റിയുടെ ഏറ്റവും താഴെക്കിടയിലുള്ള ഘടകം ഏതാണ്? ഉത്തരം കരയോഗം. കരയോഗമാണ് ഏറ്റവും ചെറിയ NSSൻ്റെ യൂണിറ്റ്. ചോദ്യം 45. NSSൻ്റെ 1-ാം നമ്പർ കരയോഗം നിലവിൽ വന്നത് എവിടെയാണ്? NSSൻ്റെ 1-ാം നമ്പർ കരയോഗം നിലവിൽ വന്നത്, അതായത് ആദ്യത്തെ കരയോഗം നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തരം തട്ടയിൽ. തട്ടയിൽ എന്ന ഗ്രാമത്തിൽ, പത്തനംതിട്ട ജില്ലയിലാണ് ഈ പ്രദേശം. തട്ടയിലാണ് NSSൻ്റെ 1-ാമത്തെയും 2-ാമത്തെയും കരയോഗം നിലവിൽ വന്നത്. ചോദ്യം 46. ഓരോ വീട്ടുകാരും ചോറുണ്ടാക്കാൻ അരി അടുപ്പത്തിടുമ്പോൾ അതിൽ നിന്നും ഒരു പിടി അരി മാറ്റിവെച്ച് സൂക്ഷിക്കുകയും മാസാവസാനം അത് കരയോഗത്തിൻ്റെയും സമുദായത്തിൻ്റെയും സാമ്പത്തിക ഭദ്രതയ്ക്കായി ദാനം ചെയ്യുകയും ചെയ്യുന്ന മന്നം നടപ്പാക്കിയ പദ്ധതി, അതിൻ്റെ പേരെന്താണ്? ഓരോ വീട്ടുകാരും ചോറുണ്ടാക്കാൻ അരി അടുപ്പത്തിടുമ്പോൾ അതിൽ നിന്നും ഒരു പിടി അരി മാറ്റിവെച്ച് സൂക്ഷിക്കുകയും മാസാവസാനം അത് കരയോഗത്തിൻ്റെയും സമുദായത്തിൻ്റെയും സാമ്പത്തിക ഭദ്രതയ്ക്കായി ദാനം ചെയ്യുകയും ചെയ്യുന്ന മന്നം നടപ്പാക്കിയ പദ്ധതി? ഉത്തരം പിടിയേരിപ്പിരിവ്. പിടിയേരിപ്പിരിവ് എന്നാണ് മന്നം നടപ്പാക്കിയ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി, കരയോഗത്തിൻ്റെയും അതുപോലെ സമുദായത്തിൻ്റെയും സാമ്പത്തിക ഭദ്രതയ്ക്കായി നടപ്പാക്കിയ പദ്ധതി. ചോദ്യം 47. മന്നത്ത് പത്മനാഭനെ കേരളത്തിൻ്റെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചതാര്? മന്നത്ത് പത്മനാഭനെ കേരളത്തിൻ്റെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചതാര്? ഉത്തരം സർദാർ KM പണിക്കർ. സർദാർ KM പണിക്കരാണ് മന്നത്ത് പത്മനാഭനെ കേരളത്തിൻ്റെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത്. ചോദ്യം 48. മന്നത്ത് പത്മനാഭനും R ശങ്കറും ചേർന്ന് സ്ഥാപിച്ച സംഘടന ഏത്? മന്നത്ത് പത്മനാഭനും R ശങ്കറും ചേർന്ന് സ്ഥാപിച്ച സംഘടന ഏത്? ഉത്തരം ഹിന്ദു മഹാമണ്ഡലം. 1951 ഹിന്ദു മഹാമണ്ഡലം എന്നൊരു സംഘടന മന്നത്ത് പത്മനാഭനും R ശങ്കറും ചേർന്ന് സ്ഥാപിച്ചത്.
ചോദ്യം 49. മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ചേർന്ന് രൂപീകരിച്ച രാഷ്ട്രീയ സംഘടന ഏത്? മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ചേർന്ന് രൂപീകരിച്ച രാഷ്ട്രീയ സംഘടന ഏത്? ഉത്തരം ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി. 1950 ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി എന്ന രാഷ്ട്രീയ സംഘടന മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ചേർന്ന് രൂപീകരിക്കുകയുണ്ടായി. ചോദ്യം 50. എൻ്റെ ദേവനും ദേവിയും സംഘടനയാണ് എന്ന് പ്രഖ്യാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? എൻ്റെ ദേവനും ദേവിയും സംഘടനയാണ് എന്ന് പ്രഖ്യാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനാണ് എൻ്റെ ദേവനും ദേവിയും സംഘടനയാണ് എന്ന് പ്രഖ്യാപിച്ചത്. ചോദ്യം 51. മന്നത്ത് പത്മനാഭൻ തൻ്റെ പേരിനൊപ്പമുള്ള ജാതി പേരായ പിള്ള എന്നത് ഉപേക്ഷിച്ചതായി പ്രഖ്യാപിച്ചത് എന്ന്? മന്നത്ത് പത്മനാഭൻ തൻ്റെ പേരിനൊപ്പമുള്ള ജാതി പേരായ പിള്ള എന്നത് ഉപേക്ഷിച്ചതായി പ്രഖ്യാപിച്ചത് എന്ന്? ഉത്തരം 1950 ഫെബ്രുവരി 10. 1950 ഫെബ്രുവരി 10 മന്നത്ത് പത്മനാഭൻ തൻ്റെ പേരിനൊപ്പമുള്ള ജാതിപ്പേരായ പിള്ള എന്നത് ഉപേക്ഷിച്ചതായി പ്രഖ്യാപിച്ചത്. ചോദ്യം 52. NSSൻ്റെ മുഖപത്രം ഏത്? NSSൻ്റെ മുഖപത്രം ഏത്? ഉത്തരം സർവീസ്. സർവീസ് എന്നതാണ് NSS മുഖപത്രത്തിൻ്റെ പേര്. ചോദ്യം 53. NSSൻ്റെ ഉൽപ്പന്ന പിരിവിന് വീട് വീടാന്തരം കയറുമ്പോൾ പാടാനായി രചിച്ച പ്രാർത്ഥനാഗാനം ഏത്? NSSൻ്റെ ഉൽപ്പന്ന പിരിവിന് വീട് വീടാന്തരം കയറുമ്പോൾ പാടാനായി രചിച്ച പ്രാർത്ഥനാഗാനം ഏത്? ഉത്തരം അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനാഗാനം NSSൻ്റെ ഉൽപ്പന്ന പിരിവിന് വീട് വീടാന്തരം കയറുമ്പോൾ പാടാനായി രചിച്ചതാണ്. ചോദ്യം 54. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്നാരംഭിക്കുന്ന പ്രാർത്ഥനാഗാനം എഴുതിയത് ആരാണ്? അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്നാരംഭിക്കുന്ന പ്രാർത്ഥനാഗാനം എഴുതിയത് ആരാണ്? ഉത്തരം പന്തളം KP രാമൻപിള്ള. പന്തളം KP രാമൻപിള്ളയാണ് അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനാഗാനം എഴുതിയത്. ചോദ്യം 55. ഏതു സംഘടനയെ മാതൃകയാക്കിയാണ് മന്നം NSS രൂപീകരിച്ചത്? ഏതു സംഘടനയെ മാതൃകയാക്കിയാണ് മന്നം NSS രൂപീകരിച്ചത്? ഉത്തരം സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. ശ്രീ ഗോപാലകൃഷ്ണ ഗോഖലെ രൂപീകരിച്ച സംഘടനയാണ് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. ഈ സംഘടനയെ മാതൃകയാക്കിയാണ് മന്നത്ത് പത്മനാഭൻ NSS രൂപീകരിച്ചത്. ചോദ്യം 56. മന്നത്ത് പത്മനാഭനെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത വർഷം? മന്നത്ത് പത്മനാഭനെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത വർഷം? ഉത്തരം 1921. 1921 മന്നത്ത് പത്മനാഭനെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തത്. ചോദ്യം 57. NSS രൂപം കൊടുത്ത രാഷ്ട്രീയ സംഘടന ഏത്? NSS രൂപം കൊടുത്ത രാഷ്ട്രീയ സംഘടന ഏത്? ഉത്തരം നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി. നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി അഥവാ NDP എന്ന രാഷ്ട്രീയ സംഘടന NSS രൂപം കൊടുത്ത ഒരു രാഷ്ട്രീയ സംഘടനയായിരുന്നു. ചോദ്യം 58. BBC-യിൽ മലയാളത്തിൽ സംസാരിച്ച ഒരേയൊരു നവോത്ഥാന നായകൻ ആര്? BBC-യിൽ മലയാളത്തിൽ സംസാരിച്ച ഒരേയൊരു നവോത്ഥാന നായകൻ ആര്? ഉത്തരം മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ മാത്രമാണ് BBC-യിൽ കൂടി മലയാളത്തിൽ സംസാരിച്ച ഒരേയൊരു നവോത്ഥാന നായകൻ. ചോദ്യം 59. മന്നത്ത് പത്മനാഭനോടുള്ള ആദരസൂചകമായി ഭാരത തപാൽ വകുപ്പ് സ്മാരക സ്റ്റാമ്പ് ഏത് വർഷമാണ് പുറത്തിറക്കിയത്? മന്നത്ത് പത്മനാഭനോടുള്ള ആദരസൂചകമായി ഭാരത തപാൽ വകുപ്പ് സ്മാരക സ്റ്റാമ്പ് ഏത് വർഷമാണ് പുറത്തിറക്കിയത്? ഉത്തരം 1989. 1989 മന്നത്ത് പത്മനാഭനോടുള്ള ആദരസൂചകമായി ഭാരത തപാൽ വകുപ്പ് ഒരു സ്മാരക സ്റ്റാമ്പ് പുറത്തിറക്കിയത്. ചോദ്യം 60. മന്നം ജയന്തി, അതായത് ജനുവരി 2 മന്നം ജയന്തി ദിവസം ഏത് വർഷം മുതലാണ് കേരള സർക്കാർ പൊതു അവധിയാക്കിയത്? മന്നം ജയന്തിയായ ജനുവരി 2 ഏത് വർഷം മുതലാണ് കേരള സർക്കാർ പൊതു അവധിയാക്കിയത്? ഉത്തരം 2014 മുതൽ. 2014 മുതലാണ് മന്നം ജയന്തി ജനുവരി 2 കേരള സർക്കാർ പൊതു അവധിയായി പ്രഖ്യാപിച്ചത്. കർമ്മയോഗിയായ മന്നത്ത് പത്മനാഭൻ്റെ ജീവിതത്തെക്കുറിച്ചും അതുപോലെ തന്നെ അദ്ദേഹം രൂപം കൊടുത്ത നായർ സർവീസ് സൊസൈറ്റി എന്ന സമുദായ സംഘടനയെക്കുറിച്ചും അദ്ദേഹം
സമുദായത്തിന് നൽകിയ പരിഷ്കാരങ്ങളെക്കുറിച്ചും നമ്മുടെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് അദ്ദേഹം വരുത്തിയ സ്വാധീനത്തെക്കുറിച്ചുമൊക്കെയാണ് നാം ഈ ക്വിസിലൂടെ പഠിച്ചത്. വീണ്ടും വിജ്ഞാനപ്രദമായ മറ്റൊരു വീഡിയോയിലൂടെ മറ്റൊരു പ്രശ്നോത്തരിയിലൂടെ വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.